പയറ് പറയൽ അല്ലെങ്കിൽ വിളവെടുപ്പിൽ ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് കുറ്റിപ്പയർ. ആ കുറ്റിപ്പയറിൻ്റെ വിളവെടുപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണഗതിയിൽ ഞാൻ കുറ്റിപ്പയർ എന്ന് പറയുന്നത് നല്ല കടും പച്ചയുള്ള, അതായത് VU5 എന്ന് പറഞ്ഞ ഹൈബ്രിഡിനാണ് എപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ കടയിൽ ചെന്നപ്പം വിത്ത് കടക്കാരൻ പറയണേ ഭൂമിപ്രിയ എന്നാണ് ഇത്തവണ വിത്ത് വാങ്ങിച്ചത്. അപ്പോൾ വിത്ത് 2 ലേഡികൾ അവിടെ ഇരുന്ന കച്ചവടം ചെയ്യാനായിരുന്നു, നമ്മുടെ കൂട്ടുകാരികളാണ്. പക്ഷേ അവർ പറഞ്ഞു VU5 ഇത്തവണ ഇപ്പോൾ ആർക്കും വേണ്ട, ഇതാണ് വേണ്ടതെന്ന്. ഇത് ഞാൻ ചോദിച്ചത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ആങ്കോർ എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്, നല്ല പിടുത്താണ്, ഇത് കൊണ്ടുപോകുന്ന നിർബന്ധിച്ച് തന്നെ ഏൽപ്പിച്ചതാണ്. പക്ഷേ വിളവ് എനിക്ക് തോന്നുന്ന മറ്റതിനൊക്കെ കൂടുതൽ വിളവ് എന്ന് വെച്ചാൽ ഇതാണ്. കാരണം ഈ VU5 ആയിരുന്നു നാട്ടിൻപുറത്ത് മുഴുവൻ കർഷകരും ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രത്യേകത ഇതായിരുന്നു, നല്ല പച്ച കളറായിരുന്നു. പക്ഷേ ഇന്ന് കണ്ട, ഇന്ന് ഒരു ഇളം പച്ചയാണ്. ഇളം പച്ചയാകുമ്പം ചില നാട്ടിലുള്ളവർക്ക് കളർ നോക്കി വാങ്ങുന്നവരുണ്ട്, വലിപ്പം നോക്കി വാങ്ങുന്നവരുണ്ട്, ടേസ്റ്റ് നോക്കി വാങ്ങുന്നുണ്ടവരുണ്ട്. അപ്പോൾ പല രീതിയിലുള്ളതാണല്ലോ നമ്മൾ ഉപഭോക്താക്കൾ വാങ്ങുന്നവരൊക്കെ. അപ്പോൾ എല്ലാവരും തൃപ്തിപ്പെടുത്തി ചെയ്യാൻ പറ്റുമെങ്കിലും നല്ല വിളവും നല്ല ഭംഗിയും അതോടൊപ്പം തന്നെ ഒരു സൗന്ദര്യമൊക്കെ ഉണ്ട്. കണ്ടേ, നല്ലൊരു സൗന്ദര്യമുള്ള ഒരു കുഴപ്പമില്ല, ഒരു 10 ഇതുണ്ട്, നീളമൊക്കെ ഉണ്ട്. ഇത്ര നീളം, ഒരു 40 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള കുറ്റിപ്പയറാണത്. നമ്മൾ കൃഷി ചെയ്യുമ്പോഴേ എൻ്റെ ഒരു അനുഭവത്തിൽ പറയണം, കൃഷി ചെയ്യുന്നത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു വരുമാനം ലഭിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇച്ചിരി പ്രയാസകരമാണെങ്കിലും ദിവസേന വിളവെടുക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ കൃഷി ചെയ്താൽ ഒരു 1000 രൂപയുടെ വിളവെടുത്താൽ മതി. ഇപ്പം ഈ കുറ്റിപ്പയറിൻ്റെ വില ഇപ്പോൾ എനിക്ക് 45 രൂപയ്ക്കാണ് ഞാൻ കച്ചവടക്കാർക്ക് കൊടുക്കുന്നത്. 45 രൂപ കൊടുക്കുമ്പോൾ എൻ്റെ 20 കിലോ കൊടുക്കുമ്പോൾ തന്നെ 900 രൂപ കിട്ടും. അപ്പോൾ 22-23 കിലോ പയർ കൊടുത്താൽ 1000 രൂപ കിട്ടും. അപ്പോൾ ഈ കാണുന്ന മൊത്തം നമ്മുടെ കുറ്റിപ്പയറാണ്. 50 സെൻറ്റ് കുറ്റിപ്പയറിനുണ്ട്. 50 സെൻറ്റ് കുറ്റിപ്പയറിട്ടപ്പോൾ ഞാൻ ചെയ്തത് 25 സെൻറ്റിൽ ആദ്യം ഇട്ടതിന് ശേഷം 1 മാസം കഴിഞ്ഞാണ് അടുത്ത 25 സെൻറ്റിൽ. അപ്പം തുടർച്ചയായിട്ട് വിളവ് കുറ്റിപ്പയർ നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഈ കുറ്റിപ്പയർ ഞാൻ പറഞ്ഞില്ല, വളം തീരെ കുറച്ച് മതി എന്നുള്ളതാണ് പ്രത്യേകത. പരിചരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മികച്ച വിളവും കിട്ടും. ഇത് പറഞ്ഞില്ല, നമ്മൾ ഇത് കണ്ടില്ലേ, നല്ല വിളവുള്ള ഇത് കണ്ട, ഇതൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് വിളവെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സിൽ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, ഇതൊക്കെ വളരെ വലുതാണ്. അപ്പോൾ ഇത് ഈ ഒരു വരമ്പിലെ വിളവാണ്. വിളമ്പെന്ന് വെച്ചാൽ ഈ ഒരു വരമ്പെന്ന് വെച്ചാൽ 20 മീറ്റർ നീളമാണ്. 20 മീറ്റർ നീളത്തിൽ 120ഓളം ചെടികൾ നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു 5 കിലോ കാണും. അപ്പോൾ അങ്ങനെയുള്ള 40 വരമ്പാണ് നമുക്ക് കുറ്റിപ്പയറിട്ടുള്ളത്. ചെറിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഈ കുറ്റിപ്പയറിൽ ഇതിങ്ങനെ വിളവെടുക്കാൻ സമയത്ത് കുനിഞ്ഞ് നിൽക്കണം. ഇങ്ങനെ കുനിഞ്ഞ് ശരീരം ഇങ്ങനെ വളച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്നത് വെച്ചാൽ നമ്മുടെ ഈ നേരെ നിന്ന് വിളവെടുക്കാൻ പറ്റില്ല. വള്ളിപ്പറക്കാണെങ്കിൽ പന്തലിൽ നിന്ന് എത്തി കഴിഞ്ഞെടുക്കാം. പക്ഷേ ഇത് കുനിഞ്ഞ് നിന്ന് എടുക്കുമ്പോൾ ഒരു വരമ്പ് കിള്ളി കഴിയുമ്പം നടു ഭയങ്കര പ്രശ്നമായിരിക്കും. അതായത് നടുവിന് നല്ല വേദന ഇരിക്കും. അപ്പം രാവിലെയുള്ള ജോലി നടുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പണിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് 6 മണിയാകുമ്പോൾ വരും. ഒരു 10 മണിയാകുമ്പോഴാണ് ഒരു 30-40 കിലോ പയർ നമ്മൾ വിളവെടുത്ത് കഴിയുന്നത്. അത്ര പ്രയാസകരമായ ഒരു വിളവെടുപ്പാണ് കുറ്റിപ്പയറിൻ്റെ വിളവെടുപ്പ്. പയറ് പറയൽ അല്ലെങ്കിൽ വിളവെടുപ്പിൽ ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് കുറ്റിപ്പയർ.